നമ്മുടെ ആസ്ഥ, നമ്മുടെ വിശ്വാസം, ഈശ്വരനിലുള്ള വിശ്വാസം ഇരിക്കട്ടെ. എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ഒരു ശക്തിയുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അതിന്റെ ചില കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്ക് ആരാധനാലയങ്ങളും നമുക്കുണ്ടായിരുന്നു. ഇവിടെ കുറച്ചു കാലം മുമ്പ് നടന്ന വ്യാപകമായ പ്രചരണം എന്താ? ഓരോ അമ്പലവും കൊത്തിക്കളച്ച് കപ്പയിട്ടാലേ നാട് നന്നാവൂ എന്ന പ്രചരണമാണ് ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടത്തി തീർക്കാൻ ശ്രമിച്ചത്. ഒരു തരത്തിലുള്ള ഡിമോറലൈസേഷൻ, ക്ഷേത്രത്തോടോ ശരിയായ ആരാധനാലയത്തോടോ ഉള്ള ഒരു അവിശ്വാസം ജനിക്കുന്നു. അങ്ങനെ ആരെല്ലാമാണ് ശ്രമിച്ചതെന്നൊന്നും പേരെടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി, സാമാന്യ ബുദ്ധി ഉള്ളവരാണ് എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയാം. ആരാണിതൊക്കെ പ്രചരിപ്പിച്ചതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ നമ്മുടെ മനസ്സുള്ള വിശ്വാസങ്ങളുടെ വിശുദ്ധ വിഗ്രഹങ്ങളെ തകർത്തെറിയുന്നത് വഴിക്ക് മനസ്സ് ശൂന്യമാക്കപ്പെടുകയില്ല. ശൂന്യമാക്കപ്പെടുന്ന ഇടം പ്രകൃതി ഒരിക്കലും അതേപോലെ നിലനിൽക്കാൻ അനുവദിക്കില്ല. നല്ലതുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തില്ല എങ്കിൽ തീയത് കൊണ്ട് അതിനെ പ്രകൃതി റീപ്ലേസ് ചെയ്യും. അതുകൊണ്ടാണ് പറയാറുള്ളത് നേച്ചർ അബോസ് വാക്വം. ശൂന്യതയെ പ്രകൃതി ഒരുക്കുന്നു.